ഏത് സമയത്തും ഈ വഖഫിന്റെ അധിനിവേശം എല്ലാവിടെയും വരാം. ഇന്നലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് 600 വീടുകളെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ കഥ? ഇത് എന്താ UDF സ്ഥാനാർത്ഥിയുടെ LDF സ്ഥാനാർത്ഥിയുടെ നിലപാട്? എന്താ അവരങ്ങോട്ട് പോകാത്തത്? അപ്പോൾ അവർക്ക് വോട്ട് ബാങ്കിനെയാണ് ഭയം. കൃഷ്ണകുമാറിനും BJPക്കും NDAക്കും അവരുടെ കൂടെ നിൽക്കണം. കാരണം ആ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ശരിയായ നിലപാടുണ്ട്. ഇതെല്ലാം ചർച്ചയാവുന്നുണ്ട്. അതിനിടയിലാണ് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പത്തനംതിട്ടക്കാരനായ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ അവർ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അതൊക്കെ വെറുതെയാണെന്ന്. അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നൊന്നുമല്ല. പത്തനംതിട്ടക്കാരനായിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ CPM ജില്ലാ കമ്മിറ്റി പരസ്യമായി രംഗത്ത് വന്നു എന്നുള്ളത് പാലക്കാട്ടുകാർക്ക് ഒരു പ്രശ്നം തന്നെയല്ലേ? അല്ല, മുനമ്പത്തെക്കുറിച്ച് പറയുമ്പോഴേ കേസെടുക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മുനമ്പത്തെക്കുറിച്ച് പറയുമ്പോഴേ കേസെടുത്തിരിക്കുന്നു. തികഞ്ഞ വർഗീയ രാഷ്ട്രീയമാണ് ഇവർ കാണിക്കുന്നത്. മുനമ്പത്തെക്കുറിച്ച് പറയാൻ എന്താ ഒരു കേന്ദ്രമന്ത്രിക്ക് അവകാശമില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാൻ അവകാശമില്ലേ? മുനമ്പത്തെ ജനങ്ങളെ വഞ്ചിച്ചവരെ കൂടെ നിൽക്കില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നു. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. അവർ മുനമ്പത്തിന്റെ കാര്യത്തിൽ ശരിയായ നിലപാടുണ്ടോ? വഖഫിന്റെ അധിനിവേശത്തിനെതിരെ ശരിയായ നിലപാടുണ്ടോ? ഈ ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല, ഭരണഘടനയുടെ ചുവന്ന കടലാസം എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആള് പോയത്.